അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ സ്പ്രിംഗ് റോൾ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സവാളയൊക്കെ ഭയങ്കര ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് അതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറച്ച് ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ക്യാരറ്റ്, പിന്നെ ചില്ലി. ഇത് വളരെ കുറച്ച് പേർക്കുള്ള അളവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ 2 പേരാണുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു 3-4 സ്പ്രിംഗ് റോൾ വരുന്ന രീതിയിലുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. കാര്യങ്ങളൊന്നുമില്ല. ഈ ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്ന് വേവുന്നവരെ, ക്യാപ്സിക്കം ഭയങ്കര നല്ല വേവൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് വേവുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തില്ലേലും കുഴപ്പമില്ല, എന്നാലും ചിക്കൻ ആയതുകൊണ്ട് ഈ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റ് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് അത് മിൻസ്ഡ് അല്ല, ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് പിച്ചി ഇടാം. ഞാനിങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. ഞാൻ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് ഒരു 2 ദിവസം വേറെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർത്താലും മതി. അതിലേക്കൊരു 1.5 സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഉപ്പ് നിങ്ങളുടെ അളവിന് കറക്റ്റാക്കി കൊടുക്കാം. എനിക്കിതിൽ ഇച്ചിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് എങ്ങനെയാണ് ഷീറ്റിൽ റോൾ ചെയ്യുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ്സിലാണ്, സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റ്സിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ മൈദയും കുറച്ച് വെള്ളവും ചേർത്ത് ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ലാസ്റ്റ് ഇത് റോൾ ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തായിട്ട് നമുക്കിങ്ങനെ ഷീറ്റ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷീറ്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ. കുറച്ച് പതുക്കെ വേണം എടുക്കാൻ, കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എടുക്കാൻ പറ്റുന്ന പോലത്തെ ഷീറ്റ്സ് തന്നെയാണ്. കണ്ടില്ലേ, ഇത്ര തിന്നായിട്ടുള്ള ഷീറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അത്ര കട്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. കുറച്ച് ഇവിടുന്ന് മടക്കുന്ന പോലെ ഈ ഇത്രയും സെൻറ്റർ അല്ല, അതിന് കുറച്ച് താപ്പോട്ടായിട്ട് മടക്കി കൊടുക്കണം, വെച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര വെച്ച് കൊടുക്കാം. ഇതങ്ങനെ ഇച്ചിരി ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി, റോൾ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മസാല ചീസ് വെച്ച് കൊടുക്കാം. കുറച്ച് മതി. ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മടക്കിയെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഈ രണ്ട് ഭാഗം ഇങ്ങനെ വെക്കുക. പിന്നെ ഇത് ടൈറ്റായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇതുപോലെ. ഇവിടെയാണ് നമ്മൾ പേസ്റ്റ് ചേർക്കേണ്ടത്, ഈ മൈദയുടെ പേസ്റ്റ് ചേർക്കേണ്ടത്. കുറച്ച് പേസ്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 4 കൂടുതൽ സ്പ്രിംഗ് റോൾസ് നമുക്ക് കിട്ടും. ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ഒരു 1-2 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഏത് എണ്ണയിലാണോ പൊരിച്ചെടുക്കുന്നത് ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ റോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി കുറച്ച് കുഴിഞ്ഞ ചട്ടിയിൽ പൊരിച്ചാൽ ഇനിയും നന്നായിട്ടിരിക്കും. എനിക്ക് അതിപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാനിൽ പൊരിച്ചു പോരുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരാൻ ടൈമായി. അപ്പോൾ നമുക്കിതെല്ലാം എടുക്കാം.
അപ്പോൾ ഇതേ നമ്മൾ ക്രിസ്പി ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്.